ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതി ചാടിപ്പോയി. വീണ്ടും ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതി കൊട്ടിയം സ്വദേശി രാജീവ് ഫെർണാണ്ടസ് ആണ് രക്ഷപ്പെട്ടത്. കാർഡിയാക് ഐസിയുവിൽ നിന്നാണ് ചാടിപ്പോയത്. കൊല്ലം ഈസ്റ്റ് പോലീസ് കൊണ്ടുവന്ന പ്രതിയാണ്. ഹരിമോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ് ഹരി. ഞെട്ടുന്ന വിവരമാണ്. കാർഡിയോളജി ഐസിയുവിൽ നിന്നൊരു പ്രതി ചാടിപ്പോയാൽ ആ ഐസിയുവിന് പുറത്ത് പോലീസുകാരുണ്ടായിരുന്നില്ലേ? ഇയാൾ ചാടിപ്പോകുന്ന വിവരം ആരും കണ്ടില്ലേ? ഐസിയുവിൽ നിന്ന് എങ്ങനെയാ ചാടിപ്പോവുക? അരുൺ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ രാത്രിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. കാർഡിയാക് ഐസിയുവിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായിട്ടുള്ള ആളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. അവിടെ ചികിത്സയിലായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഇയാൾ ജനാല വഴി ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതെങ്ങനെയാണ് ജനാല വഴി രക്ഷപ്പെടുക? അവിടെ പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നില്ലേ? പോലീസ് അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക വിവരം അനുസരിച്ച്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജനാല വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇയാൾ ചില്ലറക്കാരനല്ല. കാരണം പല സ്ഥലങ്ങളിലായിക്കൊണ്ട്, അതായത് ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ളത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കഴക്കൂട്ടത്തുമാണ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ കേരളത്തിന് പുറത്തും ED ഉദ്യോഗസ്ഥൻ ചമഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലെ പ്രതി കൂടിയാണ് ഈ രാജീവ് ഫെർണാണ്ടസ് എന്ന് പറയുന്നയാൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രതി കൂടിയാണ്. ഇയാളാണ് ഇപ്പോൾ ചാടിപ്പോയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി മുതൽ പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസും ഒപ്പം തന്നെ കൊല്ലം ഈസ്റ്റ് പോലീസും എല്ലാം തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും ഇയാളുടെ സൂചനകളൊന്നും തന്നെ നിലവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇയാളോടൊപ്പം എത്ര പോലീസുകാരുണ്ടായിരുന്നു, എത്ര പോലീസുകാരാണ് ഐസിയുവിന് പുറത്തുണ്ടായിരുന്നത്, അവർ ആ സമയം എന്ത് ചെയ്യുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും കാർഡിയോളജി വിദഗ്ധന്മാർക്ക് അറിയാമല്ലോ, ഇനി വേണുവിന്റെ മരണമൊക്കെ സൃഷ്ടിച്ച വിവാദത്തിൽ ഒരു റിസ്ക് എടുക്കണ്ട എന്ന് കരുതി ഇയാളെ പ്രവേശിപ്പിച്ചതാണോ ഇനി ഉള്ളിൽ? അരുൺ, ഇയാൾ ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇയാൾക്ക് ചില പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പെട്ടെന്ന് സൗകര്യാർത്ഥം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഹൃദ്രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ ജനാല വഴി ചാടാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യമുള്ള സ്ഥിതിയിലായിരുന്നു പ്രതി എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അവിടെ പരിസരത്തൊന്നുമില്ല. പരിസരത്തെല്ലാം പൂർണ്ണമായിട്ട് പരിശോധന നടത്തി കുറേ ദൂരം ആൾ പോയിട്ടുണ്ടാവണം എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അത്രയധികം ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. എന്തായാലും പരിശോധന തുടരുന്നു. അതിൽ ഇപ്പോൾ നിലവിൽ 2 പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർ പൂർണ്ണമായിട്ടും ഈ പ്രതിയെ പിടികൂടാനുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോൾ ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുവനന്തപുരത്തെ കാർഡിയോളജി വിഭാഗത്തിലെ ചികിത്സ മെച്ചമല്ലെന്ന് ആരാണ് പറഞ്ഞത്? ഐസിയുവിൽ കയറ്റിയ ആള് ജനൽ വഴി ചാടിപ്പോകുന്ന രീതിയിൽ അവിടുത്തെ ചികിത്സ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് ട്രോളാം. ആ അവസ്ഥയാണ്. അത് ആശുപത്രി അധികൃതരുടെ കുഴപ്പമല്ല. അവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന പോലീസുകാർ വേണ്ടത്ര ജാഗ്രത പാലിക്കാഞ്ഞിട്ടാണ്. എന്നാലും ഒരു ഐസിയുവിൽ നിന്നൊക്കെ ഒരു പ്രതി ഓടിപ്പോയിട്ട് ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാലേ